തിരുവനന്തപുരം ജില്ലയിൽ 5 താലൂക്കുകളിലുള്ളതിൽ ഏറ്റവും വലിയ താലൂക്കാണ് നെടുമങ്ങാട്. നെടുമങ്ങാടിന്റെ കിഴക്കേറ്റത്താണ് ഈ അഗസ്ത്യർകൂടം ഇപ്പൊ നിലനിൽക്കുന്നത്, ഇപ്പൊ വിവാദമായിരിക്കുന്നത്. ശരിക്കും ഈ അഗസ്ത്യർകൂടം എന്നുള്ള പേര് അല്ലെങ്കിൽ അഗസ്ത്യമല എന്നുള്ള പേര് ഒരുപക്ഷെ ഒരു 10-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ട് ഈ ബ്രാഹ്മണ്യ ശക്തി പ്രാപിക്കുന്നതോടുകൂടി വന്നൊരു പേരാണ്. നമ്മുടെ ഒരു ശരിക്കും ഈ തമിഴകം എന്ന് പറയുന്നത് കേരളവും ഇന്നത്തെ തമിഴ്നാടും കേരളവും അടങ്ങുന്ന പ്രദേശം പണ്ട് തമിഴകം എന്നാണ് അറിയപ്പെട്ടത്. അതിന്റെ ഒരു ചരിത്ര പേടകങ്ങൾ എന്ന് പറയുന്നത് സംഘകാല പാട്ടുകളാണ്, പഴന്തമിഴ് പാട്ടുകളാണ്. ഈ പഴന്തമിഴ് പാട്ടുകളിൽ ഒരിടത്തും തന്നെ അഗസ്ത്യർകൂടം എന്നൊരു പ്രയോഗമില്ല. പൊതിയിൽ മല എന്നാണ് കാണുന്നത്. ഈ പൊതിയിൽ എന്നുള്ളതിനെ കുറിച്ച് തന്നെ തർക്കമുണ്ട്, അതെങ്ങനെയാണ് എങ്ങനെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ഇവിടുത്തെ ഏക ആദിവാസി വർഗം എന്ന് പറയുന്ന കാണിക്കാരാണ്. അവർക്ക് അവരുടേതായൊരു ഗോത്ര ഭാഷയുണ്ട്. ആ ഭാഷയിൽ പൊതിയിൽ എന്നൊരു പദപ്രയോഗം, ഈ പൊതിയിൽ എന്ന് പറയുന്ന പദപ്രയോഗത്തിന് കൈത്തണ്ട എന്നാണ് അതിനർത്ഥം അവരുടെ ഭാഷയിൽ. ഇതേ പേരാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതേ പൊതാളകം തന്നെ ഈ പൊതിയിൽ മല എന്നും പൊതാളകം എന്ന് ഈ മലയ്ക്ക് പേരുണ്ട്. ഇതേ പേര് തന്നെ നമ്മുടെ ടിബറ്റിൽ ലാമയുടെ കൊട്ടാരത്തിന്റെ പേരും പൊതാളകം എന്ന്. മാത്രമല്ല അവിടെ ഉള്ള ബുദ്ധ സന്യാസിമാർ, ടിബറ്റിലെ ബുദ്ധ സന്യാസിമാർ തൊഴുന്നത് പടിഞ്ഞാറോട്ട് നോക്കി, എന്നാൽ സിലോണിലെ ബുദ്ധമതക്കാർ തൊഴുന്നത് കിഴക്കോട്ട് നോക്കിയാണ്. ഇതിന്റെ രണ്ടിന്റെ മധ്യത്താണ് ഈ പൊതിയിൽ മല. അപ്പോൾ ബുദ്ധമതവുമായി ഇതിന് അടിസ്ഥാനപരമായൊരു ബന്ധം. ഈ ബന്ധം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് ചിലപ്പതികാരത്തിന്റെ 2ാം ഭാഗമായ മണിമേഖല, ചീത്തലൈ ചാത്തനാർ, കുലവാണികൻ ചാത്തനാർ എന്നൊക്കെ പറയപ്പെടുന്ന ചാത്തനാർ എഴുതിയ മണിമേഖല എന്ന് പറയുന്ന ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി എഴുതിയ കൃതി. ആ കൃതിയില് കൃത്യമായിട്ട് ഈ പൊതിയിൽ മലയിൽ അതിന്റെ അടിവാരത്തുണ്ടായിരുന്ന സന്യാസി മഠങ്ങളെക്കുറിച്ചും ഒക്കെ സന്യാസിമാരെ കുറിച്ചുമൊക്കെ പറയുന്നു. അവിടെ ചാത്തനപ്പ് എന്ന് പറയുന്ന ഒരു ഗുഹ, ഒരു സ്വാഭാവിക ഗുഹ, ഒരു 25-30ഓളം ആളുകൾക്ക് കിടന്നുറങ്ങാവുന്ന ഒരു സ്വാഭാവിക ഗുഹയുണ്ട്. അതിന്റെ പേര് ചാത്തനപ്പെന്ന്. ഈ ചാത്തൻ എന്ന് പറയുന്നത് ബുദ്ധൻ എന്നുള്ളതിന്റെ ശാസ്തൻ എന്നുള്ളതിന്റെ ദ്രാവിഡീകൃത രൂപമാണ് എന്ന് പൊതുവെ ഭാഷാശാസ്ത്രകാരന്മാർ തുള്ളി. അപ്പൊ ബുദ്ധവും മതവുമായി ഇതിന് അടിസ്ഥാനപരമായ ഒരു ബന്ധം ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല 2ാം നൂറ്റാണ്ടിൽ ടോളമി എഴുതിയ കൂവടത്തില് ഈ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അതിന് പറയുന്ന അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് ബെത്തിഗോ എന്നാണ്. ഈ ബെത്തിഗോ ഈ അഗസ്ത്യർ മലയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ പൊതികൈ എന്ന പദവുമായി ഇതിനൊരു ഒരു നേരിയ സാമ്യം കാണും. ഒരു പക്ഷേ ഈ പൊതികയാവാം ഈ ഗ്രീക്ക് ഉച്ചാരണത്തിൽ അത് ബെത്തിഗോ ആയി മാറി. അപ്പൊ ഈ ബെത്തിഗോ അപ്പോഴും പൊതികൈ എന്നാണ് 2ാം നൂറ്റാണ്ടിൽ അത് അറിയപ്പെട്ടത്. പിന്നെ നമ്മൾ അഗസ്ത്യർകൂടവുമായി അഗസ്ത്യർകൂടം എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നത് 10ാം നൂറ്റാണ്ടിൽ ബുദ്ധമിത്രൻ എഴുതിയ വീരചോഴിയം എന്ന കൃതിയിലാണ്. ഈ 10ാം നൂറ്റാണ്ടിലെ വീരചോഴിയം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഒരു 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 വ്യാകരണ ഗ്രന്ഥമാണ് ബുദ്ധമിത്രൻ എഴുതി. അപ്പൊ അതില് പറയുന്നുണ്ട് അഗസ്ത്യർ മലയിൽ ഇരിക്കുന്ന ബോധിസത്വനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ മംഗളാചരണം നടത്തിക്കൊണ്ടാണ് ആ കൃതി ആരംഭിക്കുന്നത്. അവിടെയാണ് അഗസ്ത്യമല എന്നുള്ള പേര് ആദ്യമായി നമുക്ക് ലഭിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ 2ാം നൂറ്റാണ്ടിൽ ഇത് ആയിരുന്നില്ല. ഇവരീ പറയുന്ന അല്ലെങ്കിൽ ഈ മിത്തിൽ പറയുന്ന അഗസ്ത്യന്റെ കാലഘട്ടം വേദകാലഘട്ടം. വേദകാലഘട്ടം ഏതായാലും ഈ 2ാം നൂറ്റാണ്ടിന് മുമ്പാണ്. അപ്പൊ ഈ 2ാം നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്ന അഗസ്ത്യൻ, രാമായണ കാലത്തെ അഗസ്ത്യൻ, അത് കഴിഞ്ഞ് വരുന്ന പിന്നീട് വരുന്ന അഗസ്ത്യൻ. അപ്പൊ എത്ര അഗസ്ത്യന്മാർ, അതൊരു കുലമായിരുന്നു എന്നുള്ളൊരു സംശയം ഉദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അഗസ്ത്യ കുലത്തിൽപ്പെട്ട മറ്റാർക്കെങ്കിലും ഒക്കെ ഈ അഗസ്ത്യൻ എന്നുള്ള സ്ഥാനനാമം ഉണ്ടാവണം. അങ്ങനെ ഒരു സ്ഥാനനാമമില്ല. അപ്പൊ ഇതൊരു മിത്താണ്. അതായത് കേരളം പരശുരാമൻ സൃഷ്ടിച്ചതുപോലെ തമിഴ്നാട് സൃഷ്ടിച്ചത് അഗസ്ത്യനാണ് എന്നൊരു മിത്ത് രൂപപ്പെട്ടു. അതായത് കടലിലെ വെള്ളം കുടിച്ചു വെറ്റിച്ചാണ് തമിഴ്നാട്ടിനെ കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് എന്നൊരു മിത്ത് അവിടെ നിലനിൽക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ അഗസ്ത്യർകൂടം എന്ന പ്രദേശം കേരളത്തിൽ, പക്ഷേ നമ്മുടെ സംഘകാല കൃതികൾ മുഴുവൻ വായിക്കുമ്പോൾ അതിനകത്ത് അഗസ്ത്യമലയ്ക്കുടയോൻ എന്ന് പറയുന്ന പാണ്ഡ്യനായകന്മാർ. അപ്പൊ അതിനർത്ഥം പലപ്പോഴും, അതായത്
ഈ സംഘകാലഘട്ടത്തിലെ ഉള്ള ആ കാലഘട്ടം മുഴുവൻ മിക്കവാറുമുള്ള കാലഘട്ടങ്ങളിൽ ഇത് പാണ്ഡ്യന്മാരുടെ വകയായിരുന്നു എന്ന്. അപ്പൊ കേരളത്തിൽ പരശുരാമ മിത്ത് രൂപപ്പെട്ടതുപോലെ തമിഴ്നാട്ടിൽ രൂപപ്പെട്ട ഒരു മിത്താണ് അഗസ്ത്യ മിത്ത്. പിന്നെ അവിടെ ബിംബം ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം. ഈ തർക്കം ഉന്നയിച്ചിരിക്കുന്ന ആര്? അവിടുത്തെ ഗോത്രവർഗക്കാർ. സ്വാഭാവികമാണ്. അവരാരെങ്കിലും പ്രേരിപ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ ഈ മിത്തിന്റെ പിറകെ പോയി അവരിങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുക. പക്ഷെ ഇവിടെ ഉദിക്കുന്ന ഒരു പ്രധാന കാര്യം, ഗോത്ര സംസ്കൃതിയിൽ, കാണിക്കാരുടെ ഗോത്ര സംസ്കൃതിയിൽ ബിംബാരാധന നിലനിന്നിരുന്നു. ഇവിടെ നമ്മൾ അവരുടെ ആചാര രീതികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ രണ്ട് തരത്തിലാണ് അറിയപ്പെടുന്നത് പ്രധാനമായിട്ട്. ഒന്ന് തറകൾ, ആൾത്തറ എന്നാണ്. അതായത് ഈ മരിച്ചുപോയ ആത്മാക്കളെ കുടിയിരുത്തി ആരാധിക്കുന്ന ദിവസം ആൽത്തറയാണ്. അത് മണ്ണ് കൊണ്ട് പിടിച്ചൊരു തറയാണ്. പിന്നെ വരുന്നത് ദൈവപുരയാണ്. ഈ ദൈവപുരയ്ക്ക് അവര് പറയുന്ന, ഇവിടെയൊക്കെ പറയുന്ന ഒരു പേര് തെക്കത് എന്ന്. ഈ രണ്ടിടത്തും പ്രതിഷ്ഠയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. തറ എന്ന് പറയുന്നത് ഒരു മൺതിട്ടയാണ്. ഒരു പക്ഷേ 2 അടിയോ 2.5 അടിയോ ചതുരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന തിട്ടയാണ്. ഈ തിട്ടയിൽ കൊടുതി എന്ന് പറയുന്നു, അത് കൊടുക്കൽ, ആത്മാവിന് കൊടുക്കൽ, വച്ചൊരുക്കൽ, വച്ചു കൊടുക്കൽ എന്ന് പറയുന്ന പഴവും പൊരിയും ഒക്കെ വച്ചു കൊടുക്കുന്ന രീതി. തെക്കത എന്ന് പറയുന്നത് ഇതിന്റെ ഉപകരണങ്ങളൊക്കെ വച്ചു കൂട്ടുന്നൊരു രീതി. അപ്പൊ ഇതല്ലാതെ ബിംബാരാധന ഇവരുടെ ഇടയിൽ ഇല്ലായിരുന്നു. അപ്പോ ഇന്ന് ഈ അഗസ്ത്യകൂടത്തിന്റെ മുകളിൽ കാണുന്ന മഹർഷിയുടെ ബിംബം, അല്ലെങ്കിൽ നമ്മൾ അഗസ്ത്യ മുനി എന്ന് സങ്കല്പിക്കപ്പെടുന്ന ബിംബം വളരെ അടുത്ത കാലത്ത്, ഒരു 2-3 പതിറ്റാണ്ടുകൾക്കപ്പുറം ഇതിന് പഴക്കമില്ല. ഇത് ആദ്യം ഒരിക്കൽ അവിടെ കുരിശ് ആരോ കൊണ്ട്, ആദ്യം ആരോ ഈ ബിംബമല്ല വേറൊരു ബിംബം ആരോ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ഈ ബിംബത്തിന് എടുത്ത് കളഞ്ഞിട്ട് ആരോ അവിടെ ഒരു കുരിശ് കൊണ്ടുവച്ചു. ഈ കുരിശിനെ പിന്നെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ നെയ്യാർ ഡാമിലുള്ള പറക്കുസ്വാമി എന്നറിയപ്പെടുന്ന സ്വാമിയാണത് അവിടെ പ്രതിഷ്ഠിച്ചത് ഈ അടുത്ത കാലത്ത്. അതാണ് പിൽക്കാലത്ത് ആരാധനയും ഒക്കെ ആയി മാറി. എന്നാൽ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം കൂടി ചിന്തിക്കണം. ശബരിമലയ്ക്ക് പോകുന്നത് പോലെ മറ്റേതെങ്കിലും മലയ്ക്ക് പോകുന്നത് പോലെ അഗസ്ത്യകൂടത്ത് പോകുന്ന പതിവില്ല. അഗസ്ത്യകൂടത്തിൽ സാധാരണ പോകുന്നത് മകരമാസം പകുതി കഴിഞ്ഞിട്ട്, പൊതുവെ വെളുത്ത വാവ് എന്നൊരു വയ്പുണ്ട്, അത് പിൽക്കാലത്ത് വന്നൊരു സങ്കല്പമാണ്. മകരമാസം പകുതി കഴിഞ്ഞിട്ട് വൈദ്യന്മാർ അവിടെ പോകുന്ന ഒരു പതിവുണ്ട്. ഇതിന് പ്രധാനമായൊരു കാരണം കൽമതം സുലഭമായി കിട്ടുന്നൊരു സ്ഥലം. സാധാരണ ഈ വൈദ്യന്മാർക്ക് ഗൈഡായി പോകുന്നത് കാണിക്കാൻ അങ്ങനെ ഒരു ബന്ധമല്ലാണ്ട് ഇവിടെ ഒരു ആരാധനാ സമ്പ്രദായമോ ഇവിടെ ഒരു തീർത്ഥാടന സൗകര്യങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടന പാതയോ ഉണ്ടായിരുന്നതായി നിലവിലില്ല. പിന്നെ അതിനു മുമ്പ് ഏതാണ്ട് 1845 കാലഘട്ടത്തിൽ ഒരു സായിപ്പ് അവിടെ ചെന്നൊരു വെട്ടിപ്പിടിച്ചവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ടാക്കുകയും അവസാനം തേയിലയ്ക്ക് പറ്റിയ ഒരു അന്തരീക്ഷവും കാലാവസ്ഥ ഇല്ലാതെ ഉപേക്ഷിച്ചു പോയതിലേക്ക് തെളിവുകൾ ഇപ്പൊ വൻ മരങ്ങളായി ആ തേയിലത്തോട്ടമൊക്കെ നിൽപ്പുണ്ട്. അതിനപ്പുറം മറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നതായി തെളിവുകളോ ഇല്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് അവകാശപ്പെടാവുന്നത്, തെളിവ് സഹിതം അവകാശപ്പെടാവുന്നത് ബുദ്ധമതക്കാർക്ക് മാത്രമാണ്. അതായത് 6-ാം നൂറ്റാണ്ടാണ് മണിമേഖലയുടെ രചനാകാലം എന്ന് ചരിത്രകാരന്മാർ തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ 6-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമതത്തിന്റെ ഒരു സ്വാധീനം അവിടെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ബുദ്ധമതത്തിന്റെ ബൈബിൾ, അതായത് ഇന്ന് ടിബറ്റിൽ നിലവിലിരിക്കുന്ന ബുദ്ധമതം, അതായത് ആ ബുദ്ധമതം എന്ന് പറയുന്നത് വജ്രയാനം എന്ന് പറഞ്ഞാൽ മഹായാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആണ് വജ്രയാനം അഥവാ മന്ത്രയാനം. ഇതിന് ഒരൊറ്റ കയ്യെഴുത്ത് പ്രതിയെ ലോകത്ത് കിട്ടിയിട്ടുള്ളൂ. അത് പഴയ തിരുവിതാംകൂറിനാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഇന്ന് കന്യാകുമാരി ജില്ലയിലായ ഉള്ള മണലിക്കര മഠത്തിൽ നിന്നാണ് ഇതിന്റെ ഏക കയ്യെഴുത്ത് പ്രതി കിട്ടുകയുള്ളത്. ആര്യ മഞ്ജുശ്രീ കൽപ്പം എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഈ അഗസ്ത്യർമലയും ഇന്ന് പറയുന്ന ഇന്നത്തെ ഈ പ്രദേശം ബുദ്ധമതത്തിന് അതിശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ്. വൈദിക സംസ്കൃതിക്കെതിരെ രൂപം കൊണ്ട 2 അവൈദിക പ്രസ്ഥാനങ്ങളാണല്ലോ ജൈനമതവും ബുദ്ധമതവും. അപ്പോൾ ഈ വൈദിക യജ്ഞങ്ങൾക്ക്, വൈദികപരമായി നടത്തുന്ന അശ്വമേധയാഗം പോലുള്ള യജ്ഞങ്ങൾക്ക് ചെലവ് വഹിക്കേണ്ടി വരുന്നത് അന്നത്തെ കച്ചവടക്കാരായ വൈശ്യരും ഭരണകർത്താക്കളായ ക്ഷത്രിയരുമായി. ഈ ഭീമമായ ചെലവ്, ഈ അശ്വമേധയാഗം പോലുള്ളതിനൊക്കെ വളരെ ഭീമമായ ചെലവ് വഹിക്കേണ്ടി വന്നതിൽ മനം മടുത്ത്
സ്വാഭാവികമായും ഈ ബുദ്ധമതത്തെയും ജൈനമതത്തെയും സ്വാധീനിച്ചതും പ്രചരിപ്പിച്ചതും അതിനെ ഇതായി കൊണ്ടു നടന്നതുമൊക്കെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും. ഈ കച്ചവടക്കാരാണ്. ഈ കച്ചവടക്കാർ ജൈനമതത്തെയും ബുദ്ധമതത്തെയും പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഈ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിൽ ഇവിടെ വളരാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം പരുത്തിയാണ്. അതായത് അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴ ഇവിടെ പരുത്തി പഞ്ഞി ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തുണി പുറത്തുനിന്ന് വന്നേ പറ്റും. എന്നാൽ നമുക്കിവിടെ പുറത്തു കൊടുക്കാനുള്ള അതിവിശിഷ്ടമായ ഒരു സാധനമാണ് കുരുമുളക്. അപ്പൊ തുണി വിൽക്കാനും കുരുമുളക് വാങ്ങാനുമായി പാണ്ടി കച്ചവടക്കാർ ഈ മലമ്പാതകൾ വഴി കേരളത്തിലേക്ക് എത്തി. അതിന്റെ പ്രധാന കാരണം ഈ 8-ാം നൂറ്റാണ്ടോടുകൂടി ചോളന്മാർ കടലിന്റെ ആധിപത്യം പൂർണ്ണമായി കൈയടക്കി. അങ്ങനെയാണെങ്കിൽ മധുര എന്ന് പറയുന്ന കച്ചവട കേന്ദ്രത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേറെ മറ്റു മാർഗമില്ല. അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ ചുരം മലമ്പാതകൾ കടന്ന് കേരളത്തിലെത്തുക. അങ്ങനെയാണ് ഈ മലമ്പാതകൾ ശബരിമല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ശാസ്ത്രങ്ങൾ, ബൗദ്ധ ശാസ്ത്ര ക്ഷേത്രങ്ങള്, മംഗളാദേവി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ മുഴുവൻ ഈ മലയോരങ്ങളുടെ ഉച്ചിയിൽ വരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഈ ക്ഷേത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ക്ഷേത്രങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് വഴിയുള്ളതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് വഴിയുണ്ട്. നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ അറിയാം, ശബരിമലയിലേക്ക് നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണോ വഴിയുള്ളത് അതുപോലെ തന്നെയാണ് വണ്ടിപ്പെരിയാർ വഴി ശ്രീവല്ലിപുത്തൂർ വഴി മധുരയിലേക്കും വഴിയുണ്ട്. അപ്പൊ ഇതുപോലെ മംഗളാദേവിയിൽ നമുക്ക് കാണാം. മംഗളാദേവിയിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇവരുടെ ഇടത്താവളങ്ങളായി, ഈ കച്ചവടക്കാരായ ആളുകളുടെ ഇടത്താവളങ്ങൾ. ആ ഇടത്താവളങ്ങളിലാണ് ക്ഷേത്രങ്ങളായി ഉയർന്നത്. പിൽക്കാലത്ത് ഇത് 1513 വരെയെങ്കിലും തുറന്നിരിക്കും. അതിന് നമ്മൾ കാണുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് 1498 പോർച്ചുഗീസുകാർ ഇവിടെ ഇറങ്ങുമ്പോൾ അവർ കുരുമുളക് മാത്രം പ്രതീക്ഷിച്ചു വന്നവരാണ്. പക്ഷെ ഈ കുരുമുളക് മുഴുവൻ പാണ്ടിക്കച്ചവടക്കാർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് അവരുടെ കച്ചവടത്തിന് പ്രതികൂലമായി ബാധിച്ചു. ഈ പാണ്ടിക്കച്ചവടത്തിന് അതായത് അതിന് നേതൃത്വം കൊടുത്തിരുന്ന പ്രധാന വർഗങ്ങൾ, ഒന്ന് തമിഴ് ബ്രാഹ്മണർ, ഈ പട്ടന്മാർ എന്ന് നമ്മൾ പറയുന്ന വിഭാഗം, രണ്ടാമത്തെ വെള്ളാളർ, മൂന്നാമത്തെ ചെട്ടിമാർ, നാലാമത്തെ ഈഴവരെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇത് ആളുകളാണ് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഇതിനെ തകർക്കുക എന്നുള്ളതാണ് അവരാദ്യം. അതിന് കൊല്ലത്തെ റാണിയുമായി ഇവർ സംസാരിക്കുന്നു. റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു പ്രതിനിധി 1513 ഈ കൊല്ലത്തെ റാണിയുമായി സംസാരിക്കുന്ന അവരൊന്ന് ഒതുക്കിത്തരണം. അപ്പോ റാണി പറഞ്ഞത്, ബ്രാഹ്മണരെ ചെറുക്കാൻ ക്ഷത്രിയന് അവകാശം, അത് മഹാപാപമാണ്, ബ്രഹ്മഹത്യ മഹാപാപമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ ഈ റോഡ്രിക്സ് 50 ബ്രാഹ്മണരെ കഴുത്തറുത്ത് കൊല്ലുന്നു. ഈ അഗസ്ത്യകൂടത്തിന്റെ അടിവാരത്ത് നടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞു. 50 ബ്രാഹ്മണരെ കഴുത്തറുത്ത് കൊല്ലുകയും 5000 പൊതിക്കാളകൾ എന്ന് പറഞ്ഞാൽ ചരക്ക് നീക്കത്തിന് കഴുതയെ പോലെ കാളയെ ഉപയോഗിച്ചിരുന്നു. രണ്ട് ഭാഗത്ത് ഒരുപോലെ ഭാരം കെട്ടിയിട്ട് കാളയെ നടത്തിക്കുക. അപ്പൊ ഈ കാളകളെ പിടിച്ചെടുത്തു. ഈ കാളകളെ പിടിച്ചെടുത്ത് 50 ബ്രാഹ്മണരെ കൊന്ന അവരുടെ ഡയറിക്കുറിപ്പിൽ തന്നെ. അപ്പൊ അതിനർത്ഥം അതോടുകൂടി ഈ തോക്കിനെയും ഇവരുടെ ഈ നിഷ്ഠൂരതയും ഭയന്ന് പാട്ടിക്കച്ചവടക്കാർ ഇങ്ങോട്ട് വരാതായതിനു ശേഷമാണ് ഈ മലയോര ക്ഷേത്രങ്ങൾ മുഴുവൻ അന്യം നിന്ന് പോയി. ഇത് മുഴുവൻ കാട് പിടിക്കുക. ഈ കാലഘട്ടത്തിലാണ് മലയരയന്മാരെന്ന് പറയുന്ന വിഭാഗമോ അല്ലെങ്കിൽ കാണിക്കാരെന്ന് പറയുന്ന വിഭാഗമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ അവരുടേതായ ആരാധനാ സമ്പ്രദായങ്ങളാണ് വരും. അല്ലാതെ മറ്റ് ആളുകൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിന് ഈ മലയരയരുടെ മുമ്പ് ഈ ക്ഷേത്രം രൂപപ്പെട്ടിരുന്നു. ഈ മല നമ്മുടെ സംസ്കാരത്തെ ചെറുക്കുകയല്ല ചെയ്തത്, നമ്മുടെ സംസ്കാരത്തെ വളർത്തുകയാണ് ചെയ്തത്. ഇതിന് മിത്തുമായി കൂട്ടിക്കുഴച്ചപ്പോൾ ഇവിടെ ജനസമൂഹം സൃഷ്ടിച്ചെടുത്ത ഒരു സാംസ്കാരിക പൈതൃകമോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമന്വയത്തിനെ ഈ മിത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അഗസ്ത്യരുമായി ചരിത്രപരമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. പരശുരാമ മിത്ത് പോലെ തമിഴർ രൂപപ്പെടുത്തിയെടുത്ത ഒരു മിത്തിനെ നമ്മൾ നെഞ്ചിലേറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഈ അഗസ്ത്യനും പരശുരാമനും ക്ഷേത്രങ്ങളില്ലെന്നും കൂടി, അപൂർവം ഉണ്ടെങ്കിൽ പോലും അപൂർവമാണെന്നും അത് അടുത്ത കാലത്തുണ്ടായാണെന്നും കൂടി
നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ അഗസ്ത്യകൂടത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്.